അങ്ങനെ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സെക്കൻഡ് മൊഡ്യൂൾ വെക്റ്റർ സ്പേസ് ആണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ വെക്റ്റർ സ്പേസിൻ്റെ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ, അതായത് വെക്റ്റർ ഇൻ ആർ എൻ എന്താണെന്ന് പഠിക്കണം. അതായത് ആർ എന്താണ്. ഇതിൽ ഈ ആർ എന്ന് പറയുന്ന റിയൽ നമ്പേഴ്സിനാണ് നമ്മൾ ഈ ആർ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഹിയർ ദ ആർ ഇസ് denotes for real numbers. So Rn means n number of elements. റിയൽ നമ്പേഴ്സിൽ n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാകുന്ന വെക്റ്റേഴ്സിനെയാണ് നമ്മൾ ആർ എൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ വെക്റ്റർ ഇൻ വൺ സ്പേസ്, അതായത് ഒറ്റ എലമെൻറ്റ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ റിയൽ നമ്പേഴ്സ് വെറും ആർ വെച്ച് ഡിനോട്ട് ചെയ്യും. ഇനി വെക്റ്റർ ഇൻ ടു സ്പേസ്, അതായത് രണ്ട് നമ്മൾ നോക്കിയാൽ ഓർഡേർഡ് പെയർ ആയിട്ട്, അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ 2, 3, അതായത് ഞാൻ ഓർഡേർഡ് പെയറിനുള്ളിൽ രണ്ട് നമ്പേഴ്സ് എടുത്തു. ഇത് R2ലെ എലമെൻ്റാണ്. മനസ്സിലായോ? അതായത് ഞാനിവിടെ എന്താ എടുത്തേക്കുന്ന ഏതെങ്കിലും ഒരു രണ്ട് നമ്പേഴ്സ് ഞാനിവിടെ ഓർഡേർഡ് പെയറാക്കി എടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ പറയും R2ലെ എലമെൻ്റാണെന്ന് പറയും. ഈ R3ലെ എലമെൻറ്റ്സിൻ്റെ ഫോം എങ്ങനെയായിരിക്കും? ഓർഡേർഡ് ട്രിപ്ലെറ്റ്സ്, അതായത് 3 എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ 1, 4, 8 3 എലമെൻറ്റ്സ് ഉണ്ടല്ലോ. നമ്മൾ ഓർഡേർഡ് പെയറിൻ്റെ ഉള്ളിൽ 3 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് R3ലെ എലമെൻ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ Rnലെ എലമെൻറ്റ്സ് എങ്ങനെയായിരിക്കും? എലമെൻറ്റ്സിൻ്റെ ഫോം V1, V2, അതായത് കുറേ നമ്പേഴ്സിന് n നമ്പർ ഓഫ് ഐറ്റംസ് ഉള്ള ഒരു ഓർഡേർഡ് പെയർ ആയിരിക്കും Rn എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ഇങ്ങനെയാണ് അഡീഷൻ ഓഫ് വെക്റ്റേഴ്സ്. ഞാൻ വെക്റ്റേഴ്സിനെ ആഡ് ചെയ്യാൻ പോവാം. എങ്ങനെ ആഡ് ചെയ്യാം? ഞാനൊരു വെക്റ്റർ എടുത്ത് യു എന്ന് പറയുന്ന വെക്റ്റർ, അത് Rnലെ എലമെൻ്റ് ആണ്. നോക്കിയാൽ n എലമെൻറ്റ്സ് ഉണ്ട്. സോ ഇതൊരു Rnലെ വെക്റ്ററാണ്. സോ ഞാൻ എടുക്കുകയാണ് യു ഇസ് ഈക്വൽ ടു u1, u2 എക്സെട്ര un എന്ന് എടുത്തു. v ഇസ് ഈക്വൽ ടു v1, v2 എക്സെട്ര vn എന്ന് എടുത്തു. ഞാൻ ഇതിനെ രണ്ടും ആഡ് ചെയ്യാൻ പോവാം. നോക്കിക്കാം, u പ്ലസ് v എങ്ങനെയാണ് വരിക? u1 പ്ലസ് v1, അതായത് ഇതിൻ്റെ ഫസ്റ്റ് എലമെൻറ്റും ഇതിന് ഫസ്റ്റ് എലമെൻറ്റും u1 പ്ലസ് v1, അടുത്തത് u2 പ്ലസ് v2, അങ്ങനെ എക്സെട്ര un പ്ലസ് vn വരും. എന്ത്? അഡീഷൻ ഓഫ് വെക്റ്റേഴ്സ്. ഇനി സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്റ്റേഴ്സ്. ഞാനൊരു വെക്റ്റർ v എടുത്തു, v1, v2 എക്സെട്ര vn എടുത്തു. ബി എ വെക്റ്റർ ഇൻ Rn ആൻഡ് ആൽഫ ബി എ സ്കേലാർ. ഞാനൊരു സ്കേലാർ എടുക്കുകയാണ്, ആൽഫ എന്ന് പറഞ്ഞ ഒരു സ്കേലാർ എടുത്തു. അങ്ങനെയാണെങ്കിൽ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് കഴിഞ്ഞാൽ ഒരു വെക്റ്റർ വിനെ ഒരു സ്കേലാർ ആൽഫ എന്ന് പറഞ്ഞ സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതായത് ഇപ്പം നോക്കിക്കാൻ ആൽഫ ഡോട്ട് ഈ വെക്റ്റർ വി എന്താ നമ്മൾ എടുത്തേക്കുന്നത്? v1, v2 എക്സെട്ര vn. സോ ആൽഫ ഡോട്ട് v1, v2 എക്സെട്ര vn. ഞാൻ ഈ ആൽഫേനെ ഉള്ളിലേക്ക് എടുത്തു. ഇപ്പം എന്താ പറയുക? ആൽഫ v1, ആൽഫ v2, ആൽഫ v3, എക്സെട്ര ആൽഫ vn. ഓക്കെ, അതാണ് മൾട്ടിപ്ലിക്കേഷൻ, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇനിയാണ് നമ്മൾ വെക്റ്റർ സ്പേസിലേക്ക് പോകുന്നത്. സോ ഡെഫിനിഷൻ ഓഫ് വെക്റ്റർ സ്പേസ്. എന്താണ് ഒരു വെക്റ്റർ സ്പേസ്? എ സെറ്റ് വി വിത്ത് 2 ഓപ്പറേഷൻസ്, വെക്റ്റർ അഡീഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ? എ സെറ്റ് വി വിത്ത് വെക്റ്റർ അഡീഷൻ ആൻഡ് വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ. ഇത് വെക്റ്റർ അഡീഷൻ ആണ് കേട്ടോ. വെക്റ്റർ അഡീഷൻ and scalar multiplication is said to be a vector space. The vector is said to be a vector space over real numbers if it satisfies the following conditions. അതായത് ഒരു സെറ്റ് വി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, അതിന് 2 ഓപ്പറേഷൻസും അവർ പറഞ്ഞു കഴിഞ്ഞു. വെക്റ്റർ സ്പേസിന് ഒരു വി എന്ന് പറഞ്ഞൊരു സെറ്റ് എടുത്തു, 2 ഓപ്പറേഷൻ, അതായത് വെക്റ്റർ അഡീഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. വെക്റ്റർ അഡീഷൻ എന്താണെന്ന് അറിയാമല്ലോ, നേരത്തെ നമ്മൾ പഠിച്ചില്ലേ? ഒരു വെക്റ്റർ യു എടുത്തു, വെക്റ്റർ വി എടുത്തു, ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരാം u1 പ്ലസ് v1, u2 പ്ലസ് v2, എക്സെട്ര un പ്ലസ് vn. അതേപോലെ തന്നെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്താ? ഒരു വെക്റ്റർ വി എടുത്തു, ഒരു സ്കേലാർ ആൽഫ എന്ന് പറഞ്ഞ ഒരു സ്കേലാർ എടുത്തു. അപ്പം ആൽഫ ഡോട്ട് വി എന്ന് പറഞ്ഞാൽ ആൽഫ v1, ആൽഫ v2, എക്സെട്ര ആൽഫ vn. അപ്പം അങ്ങനെ 2 ഓപ്പറേഷൻസും ഉണ്ട്, വെക്റ്റർ അഡീഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും അതിൻ്റെ കൂടെ ഉണ്ട്, സെറ്റ് വിക്ക് ഉണ്ട്. അപ്പോൾ അത് ഒരു വെക്റ്റർ സ്പേസ് ആണെന്ന് പറയണമെങ്കിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ഇതൊരു വെക്റ്റർ സ്പേസ് ആണ്. അതായത് നമുക്ക് ടോട്ടൽ
10 പ്രോപ്പർട്ടീസ് 9 പ്രോപ്പർട്ടീസ് ആണ്. 10th വൺ എന്ന് പറഞ്ഞാൽ 9th തന്നെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഫോമാണ്. അതായത് നമുക്ക് ടോട്ടൽ 10 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ 10 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം എന്താ അതൊരു വെക്റ്റർ സ്പേസ്. നമുക്ക് തന്നിരിക്കുന്ന വെക്റ്റർ ഒരു വെക്റ്റർ സ്പേസ് ആണെന്ന് പറയാം. സോ പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ അത് നമ്മൾ രണ്ടായിട്ട് ഈ 10 പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. 10 പ്രോപ്പർട്ടീസിന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അഡീഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, സ്കേലാർ മൾട്ടിപ്ലിക്കേഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ എന്താ നോക്കാം. നിങ്ങൾ വെക്റ്റർ സ്പേസ് ആണോന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തം 10 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. സോ പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് നോക്കാം. ഞാനിവിടെ ഒരു യു വിയും ഡബ്ല്യു എടുത്തു. അതായത് എൻ്റെ ഒരു വെക്റ്റർ സ്പേസിൽ ഞാൻ 3 വെക്ടേഴ്സ് എടുത്തു. ഒരു യു എന്ന് പറയുന്ന വെക്ടർ, വി എന്ന് പറയുന്ന വെക്ടർ, ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടറും എവിടെ നിന്ന് എടുത്തു? വെക്ടർ സ്പേസ് വി എന്ന് എടുത്തു. അതിൻ്റെ ആൽഫ ബീറ്റ ബി സ്കേലാർസ് നേരത്തെ എടുത്ത് വെക്കുക. അതായത് എനിക്ക് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ കുറേ എലമെൻറ്റ്സ് വേണം, കുറേ വെക്ടേഴ്സ് വേണം. സോ യു വി ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടേഴ്സിനും എടുത്തു, ആൽഫ ബീറ്റ എന്ന് പറയുന്ന 2 സ്കേലാർസിലും എടുത്ത് വെച്ചു. ഇനി ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ക്ലോഷർ പ്രോപ്പർട്ടി. ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്റ്റർ യുവും വെക്റ്റർ വിയും എടുത്തല്ലോ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എലമെൻറ്റ് ഈ വിയിൽ തന്നെ ഉണ്ടെങ്കിൽ, അതായത് വിയിൽ നിന്നാണ് നമ്മൾ യുവും വിയും എടുത്തേക്കുന്നത്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടും വിയിൽ തന്നെ കിട്ടുകയാണ്, വിയിലുള്ള ഒരു എലമെൻറ്റ് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ക്ലോസ്ഡ് ആണ് എന്ന് പറയാം. ഫസ്റ്റ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ്. സെക്കൻഡ് വൺ യു പ്ലസ് വി ഈക്വൽ ടു വി പ്ലസ് യു, അതായത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. കമ്മ്യൂട്ടേറ്റീവ് മീൻസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാം. അതായത് യു പ്ലസ് വി ചെയ്ത് കഴിഞ്ഞാൽ വി പ്ലസ് യു, അതായത് തിരിച്ചിട്ടിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലും സെയിം ആൻസർ ആണ് കിട്ടുന്നതെങ്കിൽ സെക്കൻഡ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ്. തേർഡ് വൺ ഇസ് യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അതായത് 3 വെക്ടേഴ്സ് എടുത്തു. ഇവിടെ നമ്മളിപ്പോൾ കമ്മ്യൂട്ടേറ്റീവിൽ 2 വെക്ടേഴ്സ് അല്ലേ എടുത്തിട്ടുള്ളൂ, യുവും വിയും. ഇവിടെ 3 എണ്ണം എടുത്തു. യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്നത് യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ആണെങ്കിൽ സെയിം അല്ല, അഡീഷൻ ആണ്. അതായത് യുവിന് അവിടെ വെച്ചിട്ട് ഞാൻ ആദ്യം വിയും ഡബ്ല്യുവും കൂടെ ആഡ് ചെയ്തു, എന്നിട്ട് കിട്ടുന്ന ആൻസറിനെ യു കൊണ്ട് ആഡ് ചെയ്തു. അപ്പോൾ ഒരു ആൻസർ കിട്ടുമല്ലോ. അതും ഞാൻ ആദ്യം ഇവിടെ യുവും വിയും ആഡ് ചെയ്തു, ആ ആൻസറിനെ ഡബ്ല്യു വെച്ച് ആഡ് ചെയ്തു. ഈ ഇവിടെ കിട്ടുന്നത് സെയിം ആണെങ്കിൽ അത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അടുത്താണ് ദർ എക്സിസ്റ്റ് സീറോ വെക്റ്റർ സച്ച് ദാറ്റ് യു പ്ലസ് സീറോ ഈക്വൽ ടു യു. അതായത് ഞാനൊരു വെക്റ്റർ എടുത്തു, യു എന്ന് പറയുന്ന വെക്റ്ററിനെ ഏതോ ഒരു എലമെൻറ്റും കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടണം? യു തന്നെ കിട്ടണം. അങ്ങനെയുള്ള ഏത് എലമെൻ്റ് ആയിരിക്കും ഉണ്ടാവുക? യു എന്ന് പറയുന്ന എലമെൻറ്റിനെ ഏതോ ഒരു എലമെൻറ്റ് വെച്ച് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു തന്നെ കിട്ടണം. അങ്ങനെയുള്ള ഒരു എലമെൻറ്റ് എഴുതാൻ 0 അല്ലേ ഉണ്ടാവുള്ളൂ. യുവിനോട് ഏതൊരു നമ്പറിനോടും 0 ആഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അതേ നമ്പർ തന്നെ കിട്ടുള്ളൂ. സോ അങ്ങനെ ഒരു സീറോ വെക്ടർ, 0 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമുക്ക് തന്നിരിക്കുന്ന സെറ്റിൽ ഉണ്ടെങ്കിൽ എന്ത് പറയാം? ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാം. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി ഇതേപോലെ തന്നെ യു പ്ലസ് മൈനസ് യു ഈക്വൽ ടു 0. അതായത് ഞാനൊരു വെക്ടർ എടുത്തു, ഞാനൊരു വെക്റ്റർ എടുത്തു, യു എന്ന് പറയുന്ന ഒരു വെക്റ്റർ എടുത്തു, എന്നിട്ട് യു എന്ന് പറയുന്ന ഒരു വെക്റ്റർ എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു? വേറെ ഏതോ ഒരു എലമെന്റ് കൊണ്ട് ആഡ് ചെയ്തു. യുവിനെ ഏത് എലമെന്റ് കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ലാസ്റ്റ് നമുക്ക് 0 കിട്ടുക? അതായത് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ എലമെന്റ് 0 വെക്ടർ കിട്ടുന്നത് ഏത് എലമെന്റുമായിട്ട് ആഡ് ചെയ്താലാണ്? യുവിന് എന്തുകൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 0 വരിക? മൈനസ് യു അല്ലേ? യുവിനെ മൈനസ് യു കൊണ്ട് ആഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആൻസർ 0 വരുള്ളൂ. അങ്ങനെയുള്ളൊരു മൈനസ് യു ഈ സെറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും എന്ന് പറയാം. അതായത് അഡിക്റ്റീവ് ഇൻവേഴ്സ് ഉണ്ട്, അതായത് നമ്മുടെ വെക്റ്ററിനൊരു അഡിക്റ്റീവ് ഇൻവേഴ്സ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, സോ അപ്പോൾ അഡീഷൻ്റെ പ്രോപ്പർട്ടീസ് കഴിഞ്ഞു. ഇനി സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസ്. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ആൽഫ ഡോട്ട് സ്കേലാർ ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇവിടെ അഡീഷൻ വരില്ല, സ്കേലാർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ആൽഫ ഡോട്ട് യു ബിലോങ്സ് ടു വി. ഞാനൊരു സ്കേലാർ ആൽഫ എടുത്തല്ലോ,
ഒരു വെക്ടർ യു എടുത്തു. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് കിട്ടുന്ന ആൻസർ നമ്മൾ ആദ്യം എടുത്ത വി എന്ന് പറയുന്ന വലിയ വെക്ടറിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ക്ലോസ്ഡ് അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ, അതായത് ക്ലോസ്ഡ് ആണെന്ന് പറയാം. അതായത് ഞാൻ ആൽഫ എടുത്തു, ഒരു സ്കെയിലാർ ആൽഫ എടുത്തു, ഒരു വെക്ടറും കൂടി എടുത്തു, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ആൻസറും വെക്ടർ സ്പേസിൽ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ക്ലോസ്ഡ് ആണ് അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. നേരത്തെ എന്തായിരുന്നു? ക്ലോസ്ഡ് അണ്ടർ നേരത്തെ എന്തായിരുന്നു? ക്ലോസ്ഡ് അണ്ടർ ഫസ്റ്റ് പ്രോപ്പർട്ടി ക്ലോസ്ഡ് അണ്ടർ വെക്ടർ അഡീഷൻ അല്ലേ? എവിടെയൊക്കെ ഫസ്റ്റ് പ്രോപ്പർട്ടി ക്ലോസ്ഡ് അണ്ടർ വെക്ടർ അഡീഷൻ, ഇവിടെ ക്ലോസ്ഡ് അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അടുത്ത് നോക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അതായത് നമ്മൾ ഇവിടെ ഒരു അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു. അതേപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു ആൽഫ എന്ന് പറയുന്ന സ്കെയിലാർ എടുത്തു, ബീറ്റ എന്ന് പറയുന്ന വേറൊരു സ്കെയിലാർ എടുത്തു, ഒരു വെക്ടറും എടുത്തു. ആൽഫ ഡോട്ട് ബീറ്റ ഡോട്ട് യു ഈക്വൽ ടു ആൽഫ ബീറ്റ ഡോട്ട് യു ആണെങ്കിൽ നമുക്ക് പറയാം അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അടുത്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. ഇവിടെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്തായിരുന്നു? 0 ആയിരുന്നു അല്ലേ? യുവിനെ 0 കൊണ്ട് ആഡ് ചെയ്താൽ മാത്രമാണ് യു കിട്ടുള്ളൂ. നമുക്കിവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ, യുവിനെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു തന്നെ കിട്ടണം. ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാ യു തന്നെ കിട്ടുക? 1 അല്ലേ? 1 വെച്ചിട്ട് ആഡ് ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്താലല്ലേ നമുക്ക് യു തന്നെ ആൻസർ കിട്ടുള്ളൂ. അങ്ങനെ ഒരു യു എന്ന് പറയുന്ന 1 എന്ന് പറയുന്ന നമ്പർ നമ്മൾ തന്നിരിക്കുന്ന സെറ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. അടുത്താണ് ആൽഫ പ്ലസ് ബീറ്റ ഡോട്ട് യു ഇസ് ഈക്വൽ ടു ആൽഫ യു പ്ലസ് ബീറ്റ യു. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, അതായത് ഞാനൊരു ആൽഫയും ബീറ്റ രണ്ട് സ്കെയിലാർ എടുത്തു, യു എന്ന് പറയുന്ന വെക്ടർ എടുത്തു. ആൽഫ പ്ലസ് ബീറ്റ ഡോട്ട് യുവിനെ ആൽഫ യു പ്ലസ് ബീറ്റ യു എന്ന് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിക്ക് വേറൊരു ഫോം കൂടെ ഉണ്ട്, അതായത് ആൽഫ ഡോട്ട് യു പ്ലസ് വി. ഇവിടെ രണ്ട് സ്കെയിലാർ അല്ലേ എടുത്ത, ഒരു വെക്ടറും. ഇവിടെ ഞാൻ ഒരു സ്കെയിലാറും രണ്ട് വെക്ടറും എടുത്തു. അപ്പം എന്താ പറയുക? ആൽഫ യു പ്ലസ് ആൽഫ വി അല്ല? ഇതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാം. ഓക്കെ, അങ്ങനെ ഈ 10 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു വെക്ടർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറയാം അതൊരു വെക്ടർ സ്പേസ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർസ് ഓഫ് റിയൽ നമ്പേഴ്സ് വിത്ത് സ്റ്റാൻഡേർഡ് എക്സാമ്പിൾ ആണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് വെക്ടർ സ്പേസിൻ്റെ എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട്. ഒരു എക്സാമ്പിൾ ആണ് ദ സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർസ് ഓഫ് റിയൽ നമ്പേഴ്സ് വിത്ത് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ ആസ് എ വെക്ടർ സ്പേസ്. നിങ്ങൾ ഈ എക്സാമ്പിൾ ഒന്ന് പഠിച്ചു വെച്ചാൽ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ് ഓൾ ഓർഡേഡ് പെയർസ്, അതായത് ഏത് ഓർഡേഡ് പെയർസും റിയൽ നമ്പേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഏതൊരു ഓർഡേഡ് പെയർസും വിത്ത് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻസ് ഇസ് എ വെക്ടർ സ്പേസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് Rn is equal to x1, x2, etc. xn, where n is a positive integer and x1, x2, etc. xn are real numbers is a vector space with the standard operation of addition and scalar multiplication. ഒരു സെറ്റ് തന്നിട്ടുണ്ട് Rn equal to x1, x2, etc. xn. ഇത് വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എനിക്കൊരു യു വേണം, വി വേണം, ഡബ്ല്യു വേണം അല്ലേ? എനിക്ക് ആഡ് ചെയ്യാനും 10 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണ്ടേ? ഞാൻ 10 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യാനുള്ളത് കൊണ്ട് കുറച്ച് വെക്ടേഴ്സ് വേണം അല്ലേ? അപ്പം ഞാൻ യു എന്ന് പറയുന്ന വെക്ടർ എടുത്തു. യു എന്ന് പറയുന്ന വെക്ടർ എങ്ങനെ എടുക്കണം? നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ ഏത് ഫോർമാറ്റിലാണോ തന്നിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ വേണം യുവും വിയും ഒക്കെ എടുക്കാൻ. ഇവിടെ x1, x2, etc. xn ആണ്. സോ ഞാൻ യു എടുക്കുന്ന u1, u2, etc. un എടുത്തു. വി അതേപോലെ v1, v2, etc. vn എടുത്തു. w അതേപോലെ w1, w2, etc. wn എന്ന് പറയുന്ന വെക്ടേഴ്സ് എടുത്തു. ഇനി ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ? യു പ്ലസ് വി ബിലോങ്സ് ടു ആർ ആണോ നോക്കണം അല്ലേ? ഇപ്പം യു പ്ലസ് വി എടുത്തു. എങ്ങനെ വരാം? u1 പ്ലസ് v1, u2 പ്ലസ് v2, എക്സെട്ര un പ്ലസ് vn. ഇത് നോക്ക്, ഇവിടെ എന്താ വന്ന u1 പ്ലസ് v1, u2 പ്ലസ് v2, എക്സെട്ര un പ്ലസ് vn. ഇത് ഏത് മെത്തേഡിലാണ്, ഏത് ഫോർമാറ്റിലാണ് നമുക്ക് കിട്ടിയിരുന്നത്? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് ഈ ഫോർമാറ്റിലല്ലേ? ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? Rn ഈ ഒരു ഫോർമാറ്റിലാണ്. അപ്പോൾ നമുക്ക് യു പ്ലസ് വി ചെയ്തപ്പോഴും ഇതേ രീതിയിലല്ലേ കിട്ടിയ? Rnലെ എലമെൻറ്റ്സ് ആയിട്ടല്ലേ കിട്ടിയ?
എങ്ങനെ നോക്കിക്കേ, u1 പ്ലസ് v1 കോമ ഈ u1 പ്ലസ് v1 ആണ് നമ്മുടെ x1, അതായത് u2 പ്ലസ് v2 x2, അത് ഒരു എലമെന്റ് കോമ അടുത്ത എലമെന്റ് എക്സെട്ര nth എലമെന്റ്, ഫസ്റ്റ് എലമെന്റ് കോമ സെക്കൻഡ് എലമെന്റ് കോമ എക്സെട്ര nth എലമെന്റ്, ഇവിടെ ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റ് എക്സെട്ര nth എലമെന്റ് അല്ലേ, സെയിം ഫോർമാറ്റ് അല്ലേ. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ്. സെക്കൻഡ് വൺ u പ്ലസ് വി ഈക്വൽ ടു വി പ്ലസ് യു ആണോ നോക്കാം. u പ്ലസ് വി ഇങ്ങനെ വരാം, u1 പ്ലസ് v1 കോമ u2 പ്ലസ് v2 കോമ എക്സെട്ര un പ്ലസ് vn. ഇതിനെ തിരിച്ചെഴുതിയ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? u1 പ്ലസ് v1ഉം v1 പ്ലസ് u1 ഈക്വൽ അല്ലേ, 2 പ്ലസ് 3യും 3 പ്ലസ് 2 ഈക്വൽ അല്ലേ, അതേപോലെ തന്നെ u1 പ്ലസ് v1ഉം v1 പ്ലസ് u1ഉം ഈക്വൽ ആണ്. സോ ഞാൻ രണ്ട് അങ്ങോട്ട് തിരിച്ചിട്ടു, v1 പ്ലസ് u1 കോമ v2 പ്ലസ് u2 കോമ എക്സെട്ര vn പ്ലസ് un വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, v പ്ലസ് u അല്ലേ, വെക്റ്റർ v പ്ലസ് വെക്റ്റർ u. സോ u plus v equal to v plus u. Second condition satisfied. Third one, u plus v plus w equal to u plus v plus w എന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് ഞാൻ u പ്ലസ് എന്ന് പറഞ്ഞ് u എഴുതി, പ്ലസ് v പ്ലസ് w ഇതിന് ഒരു ബ്രാക്കറ്റിൽ കൊടുത്തു, v പ്ലസ് w എന്ന് പറഞ്ഞാൽ v പ്ലസ് w. ഇനി ഇതിന് മാത്രം ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളതെന്ന് ഞാൻ എക്സ്പാൻഡ് ചെയ്തു. എന്താ വരിക, v1 പ്ലസ് w1 കോമ v2 പ്ലസ് w2 കോമ എക്സെട്ര vn പ്ലസ് w1. ഇനി ഇതിനെല്ലാം കൂടി ഒന്നിച്ച് ജോയിൻ ചെയ്തു, u1 പ്ലസ് v1 പ്ലസ് w1 കോമ u2 പ്ലസ് v2 പ്ലസ് w2 എക്സെട്ര un പ്ലസ് vn പ്ലസ് w1. എനിക്ക് ഏത് രീതിയിലാണ് വേണ്ടത്, u പ്ലസ് v പ്ലസ് w, അതായത് u പ്ലസ് v ഒരുമിച്ചു w പുറത്ത് വേണം. ഞാനിവിടെ ഈ u പ്ലസ് വികളെ മൊത്തം ഒരുമിച്ചാക്കി, u1 പ്ലസ് v1 കോമ u2 പ്ലസ് v2 കോമ എക്സെട്ര un പ്ലസ് vn പ്ലസ് എന്താക്കി ഈ w1 w2 എക്സെട്ര w1 എഴുതി. ഇപ്പൊ നോക്കിയേ ഏത് ഫോർമാറ്റിലാണ്, u പ്ലസ് വി പ്ലസ് w ഫോർമാറ്റിൽ വന്നു. അപ്പം തേർഡ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ്. അടുത്തത് ഫോർത്ത് പ്രോപ്പർട്ടി, സീറോ വെക്ടർ ഉണ്ടോന്ന്. റിയൽ നമ്പേഴ്സ് നല്ല ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന സെറ്റ് RN റിയൽ നമ്പേഴ്സ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് സീറോ എന്ന് പറയുന്ന നമ്പർ എന്തായാലും റിയൽ നമ്പേഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. സോ Rn has a zero vector such that u plus 0 equal to 0, u plus 0 equal to u. സോ നമുക്കത് കൂടുതലായിട്ട് പ്രൂവ് ചെയ്യാനൊന്നുമില്ല, നമുക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് പറയാം, റിയൽ നമ്പേഴ്സ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം ഇങ്ങനെ ഒരു സീറോ എലമെന്റ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്തും പറയാം, ഒരു മൈനസ് എലമെന്റും ഉണ്ടാവും അല്ല, യു പ്ലസ് മൈനസ് യു ഈക്വൽ ടു സി സീറോ ഫോമിൽ വരുന്ന ഒരു മൈനസ് യു എലമെന്റ് ഉണ്ടാവും. എന്തുകൊണ്ടാണ് മൈനസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ് അല്ലേ, റിയൽ നമ്പേഴ്സിൻ്റെ ഉള്ളിൽ മൈനസ് എലമെന്റ്സ് ഇല്ലേ. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് നെഗറ്റീവ് എലമെന്റ്സും പോസിറ്റീവ് എലമെന്റ്സും സീറോയും എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സെറ്റിനെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പം നമ്മൾ സെറ്റിൻ്റെ ഉള്ളിൽ മൈനസ് നെഗറ്റീവ് എലമെന്റ്സ് ഉണ്ടായിരിക്കും. സോ ഫിഫ്ത്ത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ്. സിക്സ്ത് വൺ, അപ്പോൾ നമ്മുടെ അഡീഷൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ കഴിഞ്ഞു. ഇനി മൾട്ടിപ്ലിക്കേഷൻ, സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി, ആൽഫ ഡോട്ട് യു ബിലോങ്സ് ടു ആർ എന്നാണെന്ന് പ്രൂവ് ചെയ്യണം. ആൽഫ ഡോട്ട് യു ചെയ്ത് കഴിഞ്ഞാലും റിയൽ നമ്പേഴ്സിൽ തന്നെയാണെന്ന്, അതായത് ക്ലോസ്ഡ് അണ്ടർ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ആൽഫ ഡോട്ട് യു എങ്ങനെ വരും, ആൽഫ ഡോട്ട് യു ഞാൻ ഈ ആൽഫേനുള്ളിലേക്ക് എടുത്തു. സോ ആൽഫ u1 കോമ ആൽഫ u2 കോമ എക്സെട്ര ആൽഫ un. നമ്മൾ അതേ ക്വസ്റ്റ്യൻ തന്ന ഫോർമാറ്റ് അല്ലേ, x1 കോമ x2 കോമ എക്സെട്ര xn ഫോർമാറ്റ് അല്ലേ. സോ ഇറ്റ് ഇസ് ഓൾസോ ബിലോങ്സ് ടു Rn. സോ sixth property satisfied. So next is seventh property. Seventh property is alpha dot beta dot u is equal to alpha beta dot u. Okay, alpha dot beta dot u equal to alpha beta dot u. So first let's take alpha dot beta dot u. That is alpha dot beta dot u. This I'm taking this in a bracket. That is alpha dot beta dot u is u1 u2 etc un. So I'm taking this beta into inside this vector. So alpha dot beta u1 comma beta u2 comma etc beta un, and then also this alpha ഞാൻ ഉള്ളിലേക്ക് എടുക്കുകയാണ്. So that is alpha beta u1 comma alpha beta u2 comma etc alpha beta un. നമുക്ക് എങ്ങനെ വേണം, alpha beta dot u ഫോമിൽ വേണം. So I am taking this alpha beta from every
എലമെൻറ്റ്സ്. സോ ഇവിടെ ഒരു ആൽഫ ബീറ്റ ഉണ്ട്, ഇവിടെ ഒരു ആൽഫ ബീറ്റ ഉണ്ട്, എല്ലാത്തിലും ഒരു ആൽഫ ബീറ്റ ഉണ്ട്. സോ ഐ എം ടേക്കിംഗ് ദിസ് ആൽഫ ബീറ്റ ഔട്ട്സൈഡ്. സോ ആൽഫ ബീറ്റ ഡോട്ട് ബാക്കി ഇവിടെ എന്തൊക്കെയാണ് വരാം, u1, u2, etc. un. So this is u, set u, right? So alpha beta into vector u. So seventh property is satisfied. So next is eighth property, multiplicative identity. That is 1 dot u equal to u on the prove here. So 1 dot u is u1, u2, etc. un. So 1 dot u1 is u1, 1 dot u2 is u2, etc. 1 dot un is un, which is u, right? So 1 dot u is u. So its property is satisfied. Next is distributive law, that is alpha plus beta dot u is equal to alpha dot u plus beta u. So alpha plus beta dot u, I'm changing this u as u1, u2, etc. un. So I'm taking this alpha plus beta inside this vectors, that is alpha plus beta u1, alpha plus beta u2, alpha plus beta etc. un. This is equal to, പിന്നെ ഞാൻ എന്ത് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ആൽഫ u1 പ്ലസ് ബീറ്റ u1, ആൽഫ u2 പ്ലസ് ബീറ്റ u2 എക്സെട്ര ആൽഫ un പ്ലസ് ബീറ്റ un. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ആൽഫ യുകളെ മാത്രം എടുത്ത് പുറത്ത് ഒരുമിച്ച് എഴുതി, ആൽഫ u1, ആൽഫ u2, എക്സെട്ര ആൽഫ un പ്ലസ് ബീറ്റ u1, ബീറ്റ u2, എക്സെട്ര ബീറ്റ un. സോ ദിസ് ഇസ് ആൽഫ u. ഇതെന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു യു ആണ് ഇത് ഇവിടെ വരെ, പ്ലസ് ബാക്കി ഇതോ ബീറ്റ യു. സോ ആൽഫ പ്ലസ് ബീറ്റ യു ഇസ് ഈക്വൽ ടു ആൽഫ യു പ്ലസ് ബീറ്റ യു. ലാസ്റ്റ് പ്രോപ്പർട്ടി അതേപോലെ തന്നെ ആൽഫ ഇൻറ്റു യു പ്ലസ് വി ഈക്വൽ ടു ആൽഫ യു പ്ലസ് ആൽഫ വി എന്ന് പ്രൂവ് ചെയ്യണം. സോ നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക, നമുക്ക് കിട്ടും. Next ഒരു question, show that the set of integers is not a vector space. സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് വെക്ടർ സ്പേസ് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻസും ഡെസിമൽസും ഒന്നും ഇല്ലാത്ത നമ്പേഴ്സിനാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയാം, അല്ലേ? ഇപ്പോൾ ഒരു 1/2, 2/3, 4/6 അല്ലെങ്കിൽ 0.4, 0.3, 0.8 എന്ന് പറയുന്ന നമ്പേഴ്സ് ഒന്നും ഇൻറ്റിജറിൽ ഇൻക്ലൂഡഡ് അല്ല. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെങ്ങനെയാണ് വെക്ടർ സ്പേസിന് പ്രൂവ് ചെയ്യാൻ? നമുക്ക് 10 പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ 10 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. നമ്മളിങ്ങനെ നോക്കി വരുമ്പോൾ ഞാനൊരു 6th പ്രോപ്പർട്ടി ഇല്ലേ, ആൽഫ ഡോട്ട് യു ബിലോങ്സ് ടു യു എന്ന് വരുന്നത്, ആൽഫ ഡോട്ട് യു belongs to u എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. വരച്ചിട്ട് കിട്ടുന്നില്ല, തൽക്കാലം വേണ്ട. സോ ആൽഫ ഡോട്ട് യു ബിലോങ്സ് ടു യു എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. ഞാൻ ആ ഒരു പ്രോപ്പർട്ടി എടുത്തു. ഞാൻ എടുക്കുന്ന ആൽഫ എന്ന് പറഞ്ഞാൽ സ്കെയിലർ ആണല്ലോ, ആൽഫ നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിൽ എടുക്കാം. സോ ഞാൻ ആൽഫയായിട്ട് ഒരു 1/2 ചൂസ് ചെയ്തു. വെക്റ്റർ യു ആയിട്ട് 1. വെക്റ്റർ എപ്പോഴും നമുക്ക് എന്താ പറയുക, ഇൻറ്റിജർ ആയിട്ട് തന്നെ എടുക്കണം. ആൽഫ നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിൽ എടുക്കാം, പക്ഷെ നമ്മൾ എടുക്കുന്ന വെക്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ ഏത് ടൈപ്പ് വെക്റ്റർ ആണോ പറഞ്ഞേക്കുന്നത് അത് തന്നെ എടുക്കണം. സോ ഇൻറ്റിജർ വേണം. അപ്പോൾ 1 ഒരു ഇൻറ്റിജർ ആണല്ലോ, സോ യു എന്ന് പറഞ്ഞ് 1 എടുത്തു. സോ ആൽഫ ഡോട്ട് യു ചെയ്ത് നോക്കിയപ്പോൾ എന്താ വന്നത്, 1/2 × 1 ഈക്വൽ ടു 1/2. നമുക്ക് എന്താ വേണ്ട, ആൽഫ ഡോട്ട് യു ബിലോങ്സ് ടു യു ആണ്. അതായത് ആൽഫ ഡോട്ട് യു ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ഒരു ഇൻറ്റിജർ തന്നെ ആയിരിക്കണം. പക്ഷെ ഇവിടെ എന്താ കിട്ടിയത്, ഇൻറ്റിജർ ആണോ കിട്ടിയത്? അല്ലല്ലോ, 1/2 എന്നല്ലേ കിട്ടിയത്. സോ ഇറ്റ് ഇസ് നോട്ട് ആൻ ഇൻറ്റിജർ.